2020 വിശേഷങ്ങളിലേക്ക് 2020 വേൾഡ് കപ്പ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ 2020 വേൾഡ് കപ്പിൽ പറയുന്ന സ്പെസിഫിക് ആയ ടീമിനെ കുറിച്ചാണ്. ആ ടീമാണ് എല്ലാവർക്കും അറിയാം, സിംബാബ്വെ. എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് സിംബാബ്വെ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ട് സൂപ്പർ 8ലേക്ക് പ്രമോഷൻ നേടി. അപ്പോൾ ഈ ഗ്രൂപ്പ് ചാമ്പ്യന്മാരെന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവുക ഗ്രൂപ്പിൽ ആരൊക്കെ ഉണ്ടെന്ന് അറിയാനായിരിക്കും. ആ ഗ്രൂപ്പിലെ ആൾക്കാരുടെ പേരൊക്കെ അറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. പ്രത്യേകിച്ച് രണ്ട് ടീം, ഒന്ന് മൈറ്റി ഓസ്ട്രേലിയ, വണ്ടർഫുൾ. പിന്നെ ഈ വേൾഡ് കപ്പ് മത്സരങ്ങൾ നടക്കുന്ന ഒരു വേദിയായ ശ്രീലങ്ക ഹോസ്റ്റ് നേഷൻ ശ്രീലങ്ക. ഓസ്ട്രേലിയ എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇന്ത്യയിലാണ് വേൾഡ് കപ്പ് നടക്കുന്നത്. പക്ഷേ മത്സരങ്ങൾ പലതും ശ്രീലങ്കയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ശ്രീലങ്ക ഒരു ഹോസ്റ്റ് നേഷൻ കൂടിയാണ്. അപ്പോൾ ശ്രീലങ്ക, ഓസ്ട്രേലിയയും ശ്രീലങ്കയും ഉൾപ്പെടുന്ന ഗ്രൂപ്പിൽ സിംബാബ്വെ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായെന്ന് പറയുമ്പോൾ അത് എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ്. ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ സിംബാബ്വെ സൂപ്പർ 8ലേക്ക് കടക്കും, അല്ലെങ്കിൽ സൂപ്പർ 8ലേക്ക് ഓസ്ട്രേലിയനെ തോൽപ്പിക്കും, ശ്രീലങ്കയെ തോൽപ്പിക്കും എന്നൊക്കെ ആരും വിചാരിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ വിചാരിച്ചിട്ടില്ല. ഗ്രൂപ്പ് വന്നപ്പോൾ ഓസ്ട്രേലിയ ഉണ്ട്, ശ്രീലങ്ക ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും സൂപ്പർ 8ലേക്ക് ഓസ്ട്രേലിയ 1ാം സ്ഥാനക്കാരായിട്ട് ശ്രീലങ്ക 2ാം സ്ഥാനക്കാരായിട്ടും ഈസി ആയിട്ട് അവർ സൂപ്പർ 8 കടക്കുമെന്ന് വിചാരിച്ച് ഞാനടക്കമുള്ള ക്രിക്കറ്റിനെ ഇഷ്ടപ്പെടുന്നവർ സത്യം ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. വേറെ ആയിരുന്നു സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്ട്രേലിയ തോൽപ്പിക്കുന്നു. ഓസ്ട്രേലിയ തോൽപ്പിച്ചപ്പോൾ ഈ ചക്കട്ടപ്പം മൊഴി എത്തും എന്നുള്ള ലെവലിലാണ് എല്ലാവരും വിചാരിച്ചത്. പക്ഷേ പിന്നാലെ വന്ന ശക്തരായ ശ്രീലങ്കയെ സിംബാബ്വെ അട്ടിമറിക്കുന്നു, തോൽപ്പിക്കുന്നു. ഈ ശ്രീലങ്കയാണ് ഓസ്ട്രേലിയനെ കണക്കിന് പരിഹരിച്ച് ഓസ്ട്രേലിയ തോൽപ്പിച്ചത്. അപ്പോൾ സിംബാബ്വെ ചില്ലറക്കാരല്ല. അങ്ങനെ കളിച്ച കളി 3 ജയിച്ച്, 4 കളി ഉണ്ടായിരുന്നു, അതിൽ 3 ജയിച്ച്, ഒരു കളി കളിച്ച കളി 3 കളി കളിച്ചു, 3 കളിയും ജയിച്ചു, ഒരു കളി മഴയ കാരണം മാറ്റിവെച്ചു. അയർലൻഡായിട്ടുള്ള മത്സരം. അങ്ങനെ 2, 4, 6, 1, 7 പോയിന്റായിട്ട് സിംബാബ്വെ സൂപ്പർ 8ലേക്ക് കയറി. 2007 പ്രഥമ 2020 വേൾഡ് കപ്പിലെ ഇതിനേക്കാൾ ശക്തരായ ഓസ്ട്രേലിയൻ ടീമായിരുന്നു. റിക്കി പോണ്ടിങ്, മാത്യു ഹേഡൻ, ആഡം ഗിൽക്രിസ്റ്റ്, ബ്രേറ്റ്ലി തുടങ്ങിയ സൈമൺസ് തുടങ്ങിയ ഇതിനേക്കാൾ ശക്തമായ ഓസ്ട്രേലിയൻ ടീമിനെ അട്ടിമറിച്ചതാണ് ഈ സിംബാബ്വെ. ആ കാര്യം മറക്കണ്ട. ഈ 2020 വേൾഡ് കപ്പ് ചരിത്രത്തിൽ 2 വട്ടമാണ് ഓസ്ട്രേലിയയും നമ്മുടെ സിംബാബ്വെ ഏറ്റുമുട്ടിയിട്ടുള്ളത്. 2 കളിയിലും സിംബാബ്വെ ജയിച്ചു, ഓസ്ട്രേലിയയെ മുട്ടിക്കുത്തിച്ചു. അപ്പോൾ 2-0 ആ ലീഡും സിംബാബ്വെക്കുണ്ട്. സിംബാബ്വെ ചെറിയ മീനുകളല്ല. എടുത്ത് പറയത്തക്ക ഒരു താരമാണ് സിക്കന്ദർ റാസ, അവരുടെ ക്യാപ്റ്റൻ. ഈ ഇന്നലെ നടന്ന ശ്രീലങ്കയായിട്ടുള്ള മത്സരത്തിൽ ഒരു മിന്നലാട്ടം നടത്തി 25 ബോളിന് 46 റൺസ് അങ്ങോട്ട് അലക്കി മുന്നിൽ നിന്ന് പടം നയിക്കുന്ന 39-കാരനായ സിക്കന്ദർ റാസ ആണ് അവരുടെ ഒരു ബലം. അപ്പോൾ ഇനി കളികൾ വേറെ ലെവലിലാണ്. സൂപ്പർ 8ലാണ്. സൂപ്പർ 8 ഇന്ത്യ ഉൾപ്പെടുന്ന ഗ്രൂപ്പിലാണ് സിംബാബ്വെ. അപ്പോൾ ആ ഗ്രൂപ്പ് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുണ്ട്, സൗത്ത് ആഫ്രിക്കയുണ്ട്, വെസ്റ്റ് ഇൻഡീസ് ഉണ്ട്. ആരെയാണാവോ അട്ടിമറിക്കുക എന്നുള്ളൊരു ഇത് ഈ 3 ടീമുകൾക്ക് ഉണ്ടാവും. ഇന്ത്യക്കും ഉണ്ടാവും, പിന്നെ വെസ്റ്റ് ഇൻഡീസും സൗത്ത് ആഫ്രിക്കയും ഉണ്ടാവും. ശക്തമായ ടീം തന്നെയാണ് ഈ എല്ലാ ടീമും എന്ന് പറഞ്ഞാൽ ഇന്ത്യ, ഈ സൗത്ത് ആഫ്രിക്ക, വെസ്റ്റ് ഇൻഡീസ് എല്ലാം. ഞാൻ ഉൾപ്പെടെ ചിന്തിക്കുന്നത് ഇപ്പോൾ ഇന്ത്യ ഭാഗ്യം, ഇന്ത്യ രക്ഷപ്പെട്ടു, ഇന്ത്യ ഉൾപ്പെടുന്ന ഗ്രൂപ്പിൽ സിംബാബ്വെ ഉണ്ടെന്ന്. പക്ഷേ അങ്ങനെ ചിന്തിക്കാൻ വരട്ടെ. ഈ സിംബാബ്വെ അട്ടിമറിച്ച ഒരു ടീം ഓസ്ട്രേലിയയാണ്, ഒരു ടീം ശ്രീലങ്കയാണ്. അങ്ങനെ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ടാണ് അവരെത്തിയത്. അത് കാരണം കൊണ്ട് അവരെയും പേടിക്കണം, അവരെയും ശക്തം. ഇനി അവർ ചെറുമീനുകളെന്ന് പറഞ്ഞ് അവരോട് ഏറ്റുമുട്ടാൻ നിൽക്കരുത്. എങ്ങനെയാണോ ശക്തമായ ടീമിനെതിരെ കളിക്കുന്നത്, പ്രിപ്പറേഷൻ ചെയ്യുന്നത്, അതുപോലെ തന്നെ അവരെയും കണക്കാക്കണം എന്നാണ് സിംബാബ്വെ പറയുന്നത്. ആരെയും എഴുതിത്തള്ളരുത് എന്നുള്ളൊരു മുന്നറിയിപ്പാണ് സിംബാബ്വെ ടീം തരുന്നത്. ഇനി എന്തൊക്കെയോ ഉണ്ടാവുകയാണാവോ. എനിവേ സൂപ്പർ 8 കളികളൊന്നും നിസ്സാരമല്ല, ആരെയും നിസ്സാരമായി കാണരുതെന്നാണ് അവിടെയും പറയുന്നത്. ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗിലാണെങ്കിൽ ബോഡോ ഗ്ലിംസ് ഒരു അണ്ടർഡോഗ്സാണ്. അവർ അട്ടിമറിച്ച ടീമുകളെ നോക്കുമ്പോൾ സിംബാബ്വെ പോലെ തന്നെയാണ്. ബോഡോ ഗ്ലിംസ് അട്ടിമറിച്ച മാഞ്ചസ്റ്റർ സിറ്റി, ചാമ്പ്യൻസ് ലീഗ് ഫോളോ ചെയ്യുന്നവർക്കറിയാം. മാഞ്ചസ്റ്റർ സിറ്റീനെ അട്ടിമറിച്ചു 3-1. പിന്നെ അത് ഹോം മത്സരമായിരുന്നു. പിന്നെ മെട്രോപൊളിറ്റാനോയിൽ പോയിട്ട് നമ്മുടെ സിമിയോണി അത്ലറ്റിക്കോ മാഡ്രിഡിനെ അവർ ഹോം ഗ്രൗണ്ടിൽ പോയിട്ട് 2-1 എന്ന് പറഞ്ഞാൽ അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ഹോം ഗ്രൗണ്ടിൽ പോയിട്ട് 2-1 അട്ടിമറിച്ചു. മനസ്സിലാക്കണേ, ഈ സിമിയോണിൻ്റെ ടീമൊന്നും ചിലർ ടീമല്ല, പെപ്പിൻ്റെ ടീമും ചിലർ ടീമൊന്നുമല്ല. റീസെൻ്റായിട്ട് ബോഡോ ഗ്ലിംസിൻ്റെ ഹോം ഗ്രൗണ്ടിൽ വെച്ചിട്ട് ചാമ്പ്യൻസ് ലീഗിൽ തന്നെ ഇന്റർ മിലാൻ എന്ന കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിസ്റ്റ് ടീമുകളായ ഇന്റർ മിലാനെ 3-1 വീണ്ടും അട്ടിമറിച്ചു. അപ്പോൾ ബോഡോ ഗ്ലിംസ് ഒരു ചെറിയ മീനാണെന്ന് വിചാരിച്ചിരുന്നവർക്ക് മുന്നിൽ ഞങ്ങൾ ചെറിയ മീനല്ല, ആരെ അട്ടിമറിക്കാൻ കൽപ്പുള്ളവരാണെന്ന് അവർ ഫുട്ബോൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. അതെന്നെ സിംബാബ്വെ ചെയ്യുന്നത്. ഞങ്ങളങ്ങനെ ചെറിയ മീനുകളെന്ന് തള്ളിക്കളയാൻ നിൽക്കണ്ട, നിങ്ങൾക്ക് ആരെയും അട്ടിമറിക്കാൻ പറ്റും. അപ്പോൾ 2020 സൂപ്പർ 8 മത്സരങ്ങൾ നാളെ, അതായത് ശനിയാഴ്ച തുടങ്ങുന്നു. ശക്തമായ മാച്ചുകൾ തന്നെയാണ്.